കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ കൊലവിളി നടത്തിയ സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. തെരുവ് നായ്ക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന നിലപാടിനെതിരെയാണ് ഭീഷണി. മൃഗസ്നേഹികളുടെ ഗ്രൂപ്പിലാണ് ഭീഷണി സന്ദേശം ഇട്ടത്. വിശദാംശങ്ങളുമായി CK മധു ചേരുന്നു കണ്ണൂരിൽ നിന്ന്. മധു, സംഭവത്തിൽ കേസെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൃഗസ്നേഹികളുടെ ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നതെന്നും അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം അറസ്റ്റ് തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? അൻസില, പാപ്പനശ്ശേരി സ്വദേശിനിയായ ധന്യ സുശീലൻ എന്ന വ്യക്തിയുടെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. എന്നാൽ അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. ഇന്നലെ പ്രാഥമിക അന്വേഷണം നടത്തിയതിലൂടെയാണ് പാപ്പനശ്ശേരി സ്വദേശിയായ ധന്യ സുശീലനാണ് ഈ സന്ദേശം ഇട്ടത് എന്ന് വ്യക്തമായി. അതിന്റെ പേരിലാണ് അദ്ദേഹം IPC 153 വകുപ്പ് പ്രകാരം കലാപാഹ്വാനം ചെയ്തതിന് കേസെടുത്തിട്ടുള്ളത്. എങ്കിലും ഇന്ന് വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ശബ്ദ സന്ദേശം മൃഗസ്നേഹികളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ ഫീഡേഴ്സ് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിൽ പ്രചരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരത്തോടെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തി പി ദിവ്യ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് രാത്രിയോടെ തന്നെ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി ഈ പാപ്പനശ്ശേരിയിലെ ധന്യ സുശീലൻ എന്ന ആൾക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ശരി, വ്യക്തമാണ് മധു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ കൊലവിളി നടത്തിയ സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ആഹ്വാനം ചെയ്തു എന്ന പേരിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തെരുവ് നായ്ക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന നിലപാടിനെതിരെയായിരുന്നു ഭീഷണി. മൃഗസ്നേഹികളുടെ ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ളൊരു ഭീഷണി സന്ദേശം ഇട്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മധു കണ്ണൂരിൽ നിന്ന്.